ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇല്ലേ, ഈ ഓരോ പ്രൊഫഷൻ ഉണ്ടല്ലോ, ഓരോ ജോലി നമ്മൾ ചെയ്യുമ്പോഴും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഈ ഹോം മേക്കർ, വീട്ടമ്മ എന്ന് പറയുന്നതും ഒരു ജോലിയാണ്. ആ ജോലി ചെയ്യുന്നതിൽ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞാൻ കംപ്ലീറ്റായിട്ട് പക്ക ഇങ്ങനെ ഒരു ഹോം മേക്കർ ആയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അതായത് നമ്മുടേതായിട്ട്, അതായത് എൻ ടു എൻ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യുക, അങ്ങനെ അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ പക്ഷേ ആ ചെറിയ കാലം കൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചില ആൾക്കാർ എന്നെക്കാട്ടിലും കൂടുതൽ ടൈം ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ എന്നെക്കാട്ടിലും കുറച്ച് സമയമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഒരു ഹോം മേക്കറായിട്ട് ഒരു വീട് മൊത്തം മാനേജ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പഠിച്ചതിൽ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ മണി മാനേജ്മെൻറ്റ്. കാരണം കല്യാണത്തിന് മുന്നിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ടേക്ക് വലിയ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ കൂടെ സാലറി കിട്ടുമ്പോൾ കുറച്ച് പൈസ വീട്ടിൽ കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റേതായിട്ടുള്ള അൽക്കൊലത്തെ സാധനങ്ങളാണ് മേടിക്കുക. അതും എന്താ പറയുക, ഞാൻ അങ്ങനെയൊന്നും ഞാൻ ട്രാക്ക് ചെയ്യാറില്ല. ഞാൻ നാട്ടിലായിരുന്ന സമയത്തൊക്കെ ഈ മാസം ഞാൻ എത്ര രൂപയ്ക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചേ അതൊന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. കിട്ടുന്ന പൈസ എന്തൊക്കെയോ കാണിക്കുന്നു, അതായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അന്നൊക്കെ എന്തായിരുന്നു റിക്കറിങ് RD ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ വാങ്ങി തുടങ്ങിയതിൽ പിന്നെ നല്ല രീതിക്ക് മണി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ബജറ്റ് ഉണ്ടാക്കാനും ഓരോ ദിവസത്തെ വരവ് ചെലവ് കണക്കുകൾ എഴുതി വെച്ച് ചെയ്യാനും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി കൂട്ടാതിരിക്കാൻ വീട്ടിലേ തന്നെ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി സാധനങ്ങൾ മേടിക്കാനൊക്കെ ഞാൻ ഒരു വീട്ടമ്മയായതുകൊണ്ട് പഠിച്ചതാണ്. പിന്നെ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ടൈം മാനേജ്മെൻറ്റ്. നമ്മളൊരു വീട്ടിലെ ജോലി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരിക്കലും തീരില്ല. ഒന്ന് കഴിയുമ്പോൾ അടുത്തതെന്നുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും മാറ്റിവെക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിച്ചിട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊപ്പം കൊണ്ടുപോകാനും, അതുപോലെ തന്നെ എന്താ പറയുക, എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിക്കാനും, അതുപോലെ എനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനും, എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനും ഒക്കെ ഞാൻ പഠിച്ചത് വീട്ടമ്മയതിന് ശേഷം. കാരണം പുറത്ത് ജോലി ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് അത് മാത്രമായിരുന്നു. വീട്ടിലെ ജോലിയുണ്ട്, അങ്ങനെയല്ല. പക്ഷേ ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കോണ്ടന്റ് ക്രിയേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ പറയും ഇറ്റ്സ് കോണ്ടന്റ് ക്രിയേഷൻ വീട്ടിലിരുന്ന് ചെയ്യുന്നത് ഈസി ടാസ്ക് ആണെന്ന്. പക്ഷേ ഈസി ടാസ്ക് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത്, അതായത് നമുക്ക് ആകെക്കൂടി 24 മണിക്കൂറേ ഉള്ളൂ. ആ 24 മണിക്കൂറിൽ എങ്ങനെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാമെന്ന് ഞാൻ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും വീട്ടുജോലി എല്ലാം കൂടെ നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഭയങ്കര പുലികളാണ്. എല്ലാം 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നില്ലേ? സോ നിങ്ങൾ തന്നെ ഭയങ്കര സംഭവങ്ങളാണ്. പിന്നെ വീടെന്ന് പറയുന്നത് എപ്പോഴും ക്ലീനായിട്ട് മാത്രം കിടക്കുന്ന ഒരു സംഗതി അല്ല എന്ന് കൂടെ ഞാൻ പഠിച്ചു. ഈ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇതുണ്ടല്ലോ, അതായത് ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ ചെന്ന് കയറുന്ന സമയത്ത് ആ വീട് അലമ്പായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ചോദിക്കുന്ന, അല്ലെങ്കിൽ ഉടനെ മനസ്സിൽ വരുന്നൊരു സംഭവമുണ്ട്, ഇവിടെ ഒരു പെണ്ണല്ലെങ്കിൽ 2 പെണ്ണുങ്ങളുള്ളതല്ലേ, അവർക്കിതൊക്കെ വൃത്തിയാക്കി വെച്ചുകൂടെ എന്നൊരു സംഭവം. ഞാൻ അത് മനസ്സിൽ പറയുന്നത് നിർത്തി ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമുണ്ട്. കാരണം ഒരു വീടെന്ന് പറയുമ്പോൾ അവിടെ ആരും താമസിക്കാത്ത സ്ഥലമൊന്നുമല്ല, ഒരുപാട് പേര് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ചിലപ്പോൾ എത്രയൊക്കെ ക്ലീൻ ചെയ്തിട്ടാലും എന്തെങ്കിലുമൊക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇപ്പം നമ്മളൊരു വീട്ടിൽ ചെന്ന് കയറുകയാണെന്ന് വിചാരിച്ചോ, ആ വീട്ടിൽ ഒരു പെണ്ണ് ആളെപ്പോഴും വീട് വൃത്തിയാക്കി സൂക്ഷിക്കുക, നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളായിരിക്കാം. പക്ഷെ ചിലപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ആൾക്ക് വയ്യാണ്ടിരിക്കുകയായിരിക്കും. ആ ദിവസം ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ ആ വീട്ടിലോട്ടേക്ക് ചെന്ന് കയറുന്നത്. അപ്പം ആ വീട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും അലമ്പായിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുക, ആ ചേച്ചിക്ക് ഇതൊക്കെ വൃത്തിയാക്കി വെച്ചുകൂടെ? പക്ഷെ ആ ചേച്ചിക്ക് വയ്യാതിരിക്കുകയാണ്, അതൊന്നും ചിലപ്പോൾ നമ്മൾ അറിയുന്നുണ്ടായിരിക്കില്ല, അത് അവർ നമ്മോട് പറയുന്നുണ്ടായിരിക്കില്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ജഡ്ജ്മെൻറ്റ്സും, അതുപോലെ തന്നെ വീടെന്ന് പറയുന്നത് എപ്പോഴും വൃത്തിയായിട്ട് മാത്രമൊന്നുമല്ല, അവിടെ മനുഷ്യന്മാരാണ്, അവർക്കും പല പല സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ചിലപ്പോൾ വൃത്തികേടായിട്ട് കിടക്കാം എന്ന് ഞാൻ പഠിച്ചു. പിന്നെ ചെറിയ കാര്യങ്ങളും വലുതാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരുപാട് പേർക്ക്, അതായത് വീട്ടുജോലിനെ പറ്റി വലിയ പുച്ഛം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു മൂല നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പ്, ഒരു ടേബിൾ നമ്മൾ വൃത്തിയാക്കി കഴിയുമ്പോൾ അവർക്കൊന്നും തോന്നില്ല.
പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നൊരു ദിവസം ഒരു ടേബിൾ ആണ് വൃത്തിയാക്കുന്നതെങ്കിൽ പോലും അതെനിക്ക് വലിയ സംഭവമാണ്. എൻ്റെ വീട്ടിൽ ആ ചെറിയ ടേബിളെങ്കിലും വൃത്തിയായി കിടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളും എനിക്ക് വലിയ കാര്യങ്ങളാണ്. ഞാൻ ചെയ്യുന്ന എൻ്റെ ലൈഫിൽ ഞാൻ ഫിനിഷ് ചെയ്യുന്ന ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ എനിക്ക് വലിയ കാര്യങ്ങളാവാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് സീരിയസ്ലി ആ ഒരു സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ഏട്ടൻ ഇങ്ങോട്ടേക്ക് വന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ പുതിയ വീട് അങ്ങനത്തെ എല്ലാം കൂടെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കല്യാണത്തിന് മുന്നുള്ള പോലെ സെൽഫ് കെയറും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ മാറ്റി. അതുകൊണ്ട് അതായത് സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരിക്കലും സെൽഫിഷ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി. എത്ര തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും എനിക്ക് വേണ്ടി ഒരു സമയം എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ഇവിടെ വന്നതിന് ശേഷം ഒക്കെയാണ് കേട്ടോ. ക്ഷമ. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ മനസ്സിൽ വിചാരിക്കണ പോലെ എന്തെങ്കിലുമൊക്കെ നടന്നില്ലെങ്കിൽ അത് ഏട്ടൻ എന്നെ ഇടയ്ക്ക് കളിയാക്കുമായിരുന്നു. ഏട്ടനോട് ഞാൻ പറയൂല എൻ്റെ പ്ലാൻ, ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് അതുപോലെ നടന്നില്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഏട്ടനെ ചീത്ത പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ പയ്യെ 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 ഒരു വീട്ടമ്മയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഞാൻ പഠിച്ചൊരു സംഭവമാണ് ക്ഷമ. അതായത് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കാര്യം പോലെ തന്നെ ഇരിക്കും. അതായത് ചിലപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇന്ന് രാവിലെയൊക്കെ ചിലപ്പോൾ നമ്മൾ ഓക്കെ ഭയങ്കര പ്ലാനിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത് ഉണ്ടാക്കണം, നല്ല രീതിക്ക് എനിക്ക് ഭയങ്കര പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് എനിക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എഴുന്നേക്കും. ചിലപ്പോൾ അന്ന് എഴുന്നേൽക്കുന്ന ദിവസം വെള്ളം ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും സെക്യൂരിറ്റി വന്ന് പറയുന്നത് 1 മണിക്കൂർ നേരത്തേക്ക് വാട്ടർ കട്ടാണ് കേട്ടോ, ആഫ്റ്റർ 1 അവർ ആയിരിക്കും വെള്ളം വരത്തുള്ളൂ എന്ന്. തീർന്നില്ലേ? നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല, ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മളിവിടെ താമസിക്കണു, സെക്യൂരിറ്റിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് അടി ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. എനിക്കിപ്പോൾ തന്നെ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? സമാധാനപരമായിട്ടിരിക്കുക. നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ നാം പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുക, അതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് തുഴയുക എന്ന് പഠിച്ചു. പിന്നെ കമ്പാരിസൺ എനിക്ക് പണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിൽ വരുമ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കാണുന്ന ആൾക്കാരെയൊക്കെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടായിരുന്നു. സീരിയസ്ലി വീഡിയോയുടെ കാര്യം തന്നെയാണെന്നുണ്ടെങ്കിലും ഞാൻ പണ്ട് അങ്ങനെ ചിന്തിച്ചിരുന്നു. നമ്മളെക്കാട്ടിലും എഫേർട്ട് കുറച്ചെടുത്തിട്ട് വെറുതെ ചുമ്മാ എന്തൊക്കെയോ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട്, എനിക്ക് വ്യൂ ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ പണ്ട് ചിന്തിച്ചിരുന്നു. ബട്ട് ലിറ്ററലി ഞാനിപ്പോൾ അത് മാറ്റി. കാരണം അവരെടുക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ഉള്ള കഷ്ടപ്പാട് അവർക്കേ അറിയുള്ളൂ, എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം എന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫ് വെച്ചിട്ട് എന്നെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യുന്നത് നിർത്തി. അത് നമ്മുടെ വീടിൻ്റെ ഓരോ സാഹചര്യമായിക്കോട്ടെ, പേഴ്സണൽ കാര്യമായിക്കോട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമ്പാരിസൺ എന്ന് പറയുന്നത് ഞാൻ നിർത്തി. കാരണം നമുക്കറിയില്ല അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത്. ഒരാളുടെ ജീവിതത്തിലുള്ളത് എല്ലാം ഒന്നും കൊണ്ടുവന്നിട്ട് ആരും എവിടെയും കൊട്ടി ഘോഷിക്കില്ല. ഇപ്പോൾ കുറേ പേര് യൂട്യൂബിൽ കൊട്ടി ഘോഷിക്കുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും അങ്ങനെയല്ല. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഉണ്ടെങ്കിൽ അത് നമ്മളിൽ തന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് ആൾക്കാർ. അതുകൊണ്ട് ഒന്നിൻ്റെയും പേരിൽ ഞാൻ ആരെയും കമ്പയർ ചെയ്യരുത് എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതീ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ ക്ലീനിൻ്റെ ഒരു പരിപാടി പറഞ്ഞില്ലേ, അതാണ്. നമുക്ക് അവരുടെ വൈകാരികം ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയും. ചിലപ്പോൾ എൻ്റെ വീട് കുറച്ചും കൂടെ അടിപൊളിയാളോ, അവൾ എന്ത് വൃത്തികേടായിട്ടാണ് വീട് ഇട്ടിരിക്കുന്നത്. നമുക്കറിയില്ല. അവർ വയ്യാതിരിക്കുകയായിരിക്കും, 2-3 ദിവസമായിട്ട് അവർക്ക് പനിയായിരിക്കും, ഒന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്തൊരു കാര്യമാണെന്ന് ഞാൻ പഠിച്ചു. പ്രത്യേകിച്ചും നമ്മൾക്ക് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഹോം മേക്കിംഗ് ആയിട്ട് ചെയ്യാനൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരുപാട് പോരായ്മകളുണ്ട്. അതെങ്ങനെ ഡേ ബൈ ഡേ മാറ്റി ഇമ്പ്രൂവ് ചെയ്യാം എന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുക്കിംഗ് ആയിക്കോട്ടെ, ക്ലീനിങ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും. സോ ലേണിംഗ് അതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. അല്ലേ? നമ്മൾ ഒരു ദിവസം തന്നെ എത്ര പുതിയ റെസിപ്പീസാണ്, എത്ര ക്ലീനിങ് ടിപ്സാണ്, ഹോം ഓർഗനൈസിങ് ടിപ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇതൊക്കെ നമ്മൾ ഒന്നും കൂടെ നമ്മുടെ ലൈഫിലേക്ക് ചെയ്ത് നോക്കാം എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളല്ലേ. പിന്നെ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പഠിച്ചു. കാരണം നമ്മൾ ഒരു ദിവസം ഒരു നല്ല കറി ഉണ്ടാക്കി, അത് നമ്മളുടെ അടുത്ത് ആ ഭക്ഷണം കഴിക്കുന്ന ആൾ ഓക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പം ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് പിറ്റേ ദിവസം കുറച്ചും കൂടെ നല്ലതായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ ആലോചിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇപ്പം എവിടെന്നെങ്കിലുമൊക്കെ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് അപ്രീസിയേഷൻ അവരോടൊക്കെ അടിപൊളിയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഒരാൾ നല്ല ഡ്രസ്സ് ഇട്ട് വരുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിലും കൊള്ളാട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ശ്രമിക്കാറുണ്ട്. കാരണം അത് അവർക്ക് ഉണ്ടാക്കുന്ന സന്തോഷം ഭയങ്കര വലുതായിരിക്കും. പിന്നെ വീട്ടമ്മയായതുകൊണ്ട് വീട്ടമ്മ എന്നുള്ളൊരു മാത്രം ഐഡൻറ്റിറ്റിയിൽ ഒതുങ്ങിക്കൂടാതെ
അതിൽ കൂടുതൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണം. അത് മാത്രമല്ല എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് ഞാൻ അത് മനസ്സിലാക്കിയെന്നല്ല, അതെൻ്റെ മനസ്സിലെ ആഗ്രഹം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഹോം മേക്കറായിട്ട് ഇരിക്കേണ്ട വന്നു കഴിഞ്ഞപ്പം എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഇതുപോലെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനും അതിൽ വീഡിയോസ് ഇടാനും ഒരു 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 കണ്ടൻറ് ക്രിയേറ്റർ എന്നൊന്നും പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു സംഭവം, ഒരു ടൈറ്റിൽ കൂടി എനിക്ക് വേണം. ഇനിയും ഒരുപാട് കുറച്ചും കൂടെ ടൈറ്റിലൊക്കെ മനസ്സിലാഗ്രഹമുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ അതൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഹോം മേക്കറിലുപരി നമ്മൾ വേറൊരു ഐഡൻറ്റിറ്റി കൂടെ ഉണ്ടാക്കി എടുക്കണം. അതും ഒരുപാട് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രൊഫഷണലി ഒരു HR ആണ്, പക്ഷേ ഇനി ഞാൻ അതിൽ വർക്ക് ചെയ്യുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. മേ ബി കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ തീരാനായി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.